ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو يؤاخذ الله الناس بظلمهم ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. സ്നേഹം ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായ സൂക്ഷ്മത പുലർത്തി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ, അവന് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരും ഉത്കൃഷ്ടരും ഏറ്റവും ആദരണീയരുമായ നിലയിലാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. മനുഷ്യരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും അവന് സഞ്ചരിക്കാനുള്ള കടലിലും കരയിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഏറ്റവും ത്വയ്യിബാത്ത് ശുദ്ധമായത് അവന് നാം ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്തു എന്ന് അള്ളാഹു പറയുമ്പോൾ നാം ആണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ. ഈ സൗകര്യങ്ങളെല്ലാം നൽകിയ, ഏറ്റവും ഉന്നതമായത് ഏറ്റവും രുചികരമായത് ഭക്ഷിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണവും നൽകിയ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ നിലയിൽ നമ്മെ സംവിധാനിച്ച, മറ്റേത് സൃഷ്ടികളെയും വരച്ച വരയിൽ നിർത്താനുള്ള ബുദ്ധിയും അറിവും കഴിവും നൽകി നമ്മെ ബഹുമാനിക്കുകയും ചെയ്ത ആ അള്ളാഹുവിന് അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചു ജീവിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ നന്ദിയുമാണ്. ഇതിന് വിപരീതമായ നിലയിലുള്ള ജീവിതത്തെ മനുഷ്യർ തെരഞ്ഞെടുത്തപ്പോൾ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അവരെയെല്ലാം അള്ളാഹു പല നിലയിലുള്ള കഠിനമായ പരീക്ഷണങ്ങൾ കൊണ്ടും ശിക്ഷകൾ കൊണ്ടും പരീക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില തലമുറകളെ ഒന്നാകെയും മറ്റ് ചില തലമുറകളെ ഭാഗികമായും ഒക്കെ നശിപ്പിച്ച സന്ദർഭങ്ങളും
സംഭവങ്ങളും അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഗുണപാഠമെന്നോണം ഓരോ ചരിത്രങ്ങളിലും ഖിസ്സസുകളിലെല്ലാം ഇബറ ഗുണപാഠം സത്യവിശ്വാസിക്ക് ഉണ്ട് എന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകളുടെ അവസാനത്തിൽ അള്ളാഹു അഫലാ തഅഖിലൂൻ, അഫലാ തസ്മഊൻ അല്ലെങ്കിൽ യസ്മഊൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്നിത്യാദി ചോദ്യങ്ങളും അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസിനികളെ നമ്മുടെ ജീവിതം കൃത്യമായി അളന്ന് തൂക്കി തന്നെ വേണം നാം മുന്നോട്ട് പോകാൻ. അള്ളാഹുവിൻ്റെ നടപടികൾ എപ്പോഴാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി വരുന്നതെന്ന് നമുക്കറിയില്ല. മുൻഗാമികളായ ആരും മനസ്സിലാക്കിയിരുന്നില്ല. ശിക്ഷിക്കുന്നതിനു വേണ്ടി അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ആകാശലോകത്ത് നിന്ന് വന്നപ്പോൾ അവർ വിചാരിച്ചത് കഠിനമായ ചൂടും ദാഹവും വെള്ളമില്ലായ്മയും ഒക്കെ ഉണ്ടായതിന് ശേഷം ശക്തമായ മഴ വർഷിച്ച് ഞങ്ങൾക്ക് ജലം കുടിക്കാൻ കിട്ടുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് അവർ വിചാരിച്ച ആ മേഘം ശിക്ഷയായി ഭവിച്ചത്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാം അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് രക്ഷയാണ്. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം മുൻകാലഘട്ടങ്ങളിൽ നടന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചെടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിളുൽമിഹിം മാ തറക അലാ ലഹരിഹാ മിൻ ദാബ്ബ, ഭൂമിയിൽ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തനം കാരണമായി അഥവാ അവരുടെ അക്രമം കാരണമായി അവർ പറയുന്നത്, അവർ പ്രവർത്തിക്കുന്നതിനും പറയുന്നതിനും സൗകര്യം ചെയ്തു കൊടുക്കുന്നത്, ഇതെല്ലാം അക്രമപരമായിട്ടുള്ള അവരുടെ ഈ പ്രവണത കൊണ്ട് നാം അവരെ ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ എന്നല്ല ഒരു ജീവിക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത നിലയിൽ ഞാൻ അവരെ പിടികൂടുമായിരുന്നു. മനുഷ്യൻ ചെയ്യുന്ന അക്രമം കാരണമായി അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ഒരു മൃഗത്തിനു പോലും ജീവിക്കാൻ കഴിയാത്ത നിലയിലുള്ള അക്രമങ്ങൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ പിന്തിക്കുകയാണ് അതിൻ്റെ നടപടികൾ എടുത്ത് പ്രവർത്തിക്കുന്നതിന്. അവൻ പിന്തിക്കുന്നത് എത്രത്തോളം എന്നാൽ അത് അള്ളാഹുവിനെ അറിയൂ. ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെപ്പോലും നശിപ്പിക്കുമാറുള്ള അക്രമങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, അവരെ പിടികൂടുന്നതിനുള്ള ഒരു ഡേറ്റ്, ഒരു സമയം നാം നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേക്ക് നാം അതിനെ പിന്തിക്കുകയാണ്. മുൻകാലഘട്ടങ്ങളിലുള്ള രാജാക്കന്മാർ 400 വർഷവും അതിലപ്പുറവും കുറവുമൊക്കെ ഇവിടെ ഭരണം നടത്തി അക്രമപരമായ നിലയിൽ. അവരെ അള്ളാഹു പിടികൂടുന്നതിന് വർഷങ്ങൾ താമസിപ്പിച്ചു. അവരുടെ അക്രമം കൊണ്ട് അപ്പോൾ തന്നെ അവരെ വേണമെങ്കിൽ അവന് പിടികൂടാമായിരുന്നു. നാം ഒക്കെ ഇപ്പോൾ അക്രമങ്ങളും ക്രൂരതകളും അള്ളാഹുവിനെതിരുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ നമ്മിൽ നിന്നും ഉണ്ടായിട്ടും അള്ളാഹു പിന്തിക്കുന്നത് പോലെ അവർക്കും അള്ളാഹു പിന്തുണ അഥവാ അവരെയും അള്ളാഹു ശിക്ഷ കൊണ്ട് പിടികൂടുന്നതിനുള്ള സമയം പിന്തിപ്പിച്ചു. അവരങ്ങനെ നിഗളിച്ചു. അവർ പറഞ്ഞു, എൻ്റെ കീഴിലൂടെ അല്ലെങ്കിൽ എൻ്റെ കൽപ്പന പ്രകാരമാണ് ഇവിടെ നദികൾ ഒഴുകുന്നതെന്നും ഇവിടെ ആളുകൾ ജീവിക്കുന്നതെന്നും അവരെ മരിപ്പിക്കുന്നതെന്നും ഒക്കെ അവർ വാദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമ്രൂദ് ഇക്കാര്യം കൊണ്ട് വെല്ലുവിളിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫറോവൻ ഇതുകൊണ്ട് വെല്ലുവിളിച്ചു.
പക്ഷേ ആ വെല്ലുവിളിക്കൊന്നും അപ്പോൾ തന്നെ മറുപടി കൊടുക്കാതെ ഇലാ അജലിൻ മുസമ്മ, ഒരു ഡേറ്റ് വരെയും അള്ളാഹു അവരെ പിന്തിപ്പിക്കുകയാണ് ചെയ്തത്. വിശ്വാസികളെ, അതേപോലത്തെ ഒരു ഡേറ്റ് വരെ നമ്മെയും അള്ളാഹു പിന്തിപ്പിക്കുകയാണ്. അള്ളാഹുവിനെതിരിലുള്ള സംസാരങ്ങൾ, അവൻ്റെ പ്രവാചകന്മാർക്കെതിരിലുള്ള സംസാരങ്ങളെല്ലാം നമ്മുടെ നാവുകൾ കൊണ്ടും കൈകൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നാം ചെയ്തു കൂട്ടുന്നു, സംസാരിച്ചു കൂട്ടുന്നു, പ്രവർത്തിച്ചു കൂട്ടുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ഭൂമിയിലെ പല നിലയിലുള്ള സന്തുലിതാവസ്ഥകൾ, ആകാശത്തിൻ്റെ സന്തുലിതാവസ്ഥകൾ അള്ളാഹു മാറ്റി നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പിടികൂടിയതുപോലെ ഒറ്റ പിടികൂടൽ വരുന്നതിനുള്ള സമയം ആയിട്ടില്ല. അവർക്കും ഇതേപോലെയുള്ള ചില പരീക്ഷണങ്ങൾ അള്ളാഹുവിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി, മടങ്ങുന്നതിന് വേണ്ടി കൊടുത്തു. എന്നിട്ടും അവർ മടങ്ങിയില്ല. അപ്പോഴവസാനം പിടികൂടിയത്. ഫറോവനെ സംബന്ധിച്ച് തിസ്ആയ അള്ളാഹു പറഞ്ഞു, 9 പരീക്ഷണങ്ങൾ, 9 തെളിവുകൾ കൊണ്ട് നാം അവനെ പരീക്ഷിച്ചു. മാറുന്നതിനു വേണ്ടി, ചിന്തിക്കുന്നതിന് വേണ്ടി. പക്ഷെ അതൊന്നും അവൻ്റെ ചിന്തയെ അവൻ പുനരുജ്ജീവിപ്പിക്കുകയോ അതുകൊണ്ട് അവൻ മാറുകയോ ചെയ്തില്ല. എന്നതുപോലെ നമുക്കും അള്ളാഹുവിൽ നിന്നുള്ള ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മാറാനുള്ള സമയമായിട്ടും ഞാനും നിങ്ങളും മാറുന്നില്ല. അള്ളാഹു തന്നെ അവൻ്റെ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പല വ്യത്യസ്തങ്ങളായ രീതിയിൽ അള്ളാഹു ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ذلك بأن الله لم يكن مغيرا نعمة أنعم على قوم حتى يغيروا ما بأنفسهم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. അള്ളാഹു ഒരു ജനതയ്ക്കും അവൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെ അള്ളാഹു മാറ്റുകയില്ല. ആ ജനത അവരോട് പറയപ്പെട്ട കാര്യങ്ങളിൽ അവർ മാറ്റം വരുത്താതെ, അങ്ങനെ അവർ മാറ്റം വരുത്തുമ്പോൾ അവർക്ക് നാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഞാനും എടുത്തു മാറ്റും. വലവന്നാഹുൽ ഖുറ ആമനു, ഏത് നാട്ടുകാരാവട്ടെ അവർ വിശ്വസിക്കുകയും വത്തഖൗ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ ഫതഹ്നാലയും ബറകാത്തിൻ മിനസ് സമാ വൽ അർദ്, വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കും. നാം ഒക്കെ പറയാറുണ്ട്, പഴയ ഒരു കാലം പോലെയല്ല. മഴ പെയ്യുന്നതിന്, ചൂട് വരുന്നതിന് കൃത്യമായ ഒരു സമയമൊന്നും ഇപ്പോഴില്ല. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവസ്ഥകൾ മാറി മറിഞ്ഞു. അതു മുഖേന കൃഷികൾക്ക് ഭംഗം വന്നു, ബിസിനസ്സുകളെല്ലാം താറുമാറായി. മനുഷ്യൻ്റെ ജീവിതം പല മേഖലകളിലും കുത്തഴിഞ്ഞതുപോലെയായി. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? മനുഷ്യർക്കവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ടതിനു പകരം നന്ദികേടിലൂടെ ജീവിക്കുമ്പോൾ അള്ളാഹു ആകാശത്തിനോടും ഭൂമിയോടും അവർക്ക് അനുഗ്രഹവും അനുകൂലവുമായി പുലർത്തിക്കൊണ്ടിരിക്കുന്ന മഴയെയും ചൂടിനെയും കാറ്റിനെയും തണുപ്പിനെയും അതിൻ്റെ അവസ്ഥകളിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് ചില വ്യത്യാസങ്ങൾ അവൻ സംവിധാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ് ഈ ബറക്കത്ത് അള്ളാഹു തുറന്നു തരും എന്ന് പറഞ്ഞിട്ടും തുറന്നു തരാതെ അള്ളാഹു ഇങ്ങനെ കൊണ്ടുപോകുന്നത്? എന്നാൽ ഒരു വേള നമുക്ക് തുറന്ന് തന്നിരുന്നു. നാം എല്ലാവരും അതിൽ സുഖകരമായി ജീവിച്ചിട്ടുണ്ട്. വളറബല്ലാഹു മഥലൻ ഖറിയ, ഒരു നാടിനെ അള്ളാഹു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. കാലത്ത് ആമിനത്തൻ മുതുമയിന്ന, ആ നാട് ശാന്തിയുള്ളതായിരുന്നു, ആ നാട് സുരക്ഷിതത്വം ഉള്ളതായിരുന്നു. യതീഹാ റിസ്ഖുഹാ റഗദൻ, സുഭിക്ഷമായി സുഖലോലുപതയോടുകൂടി ഒരു തടസ്സവുമില്ലാതെ ആ നാട്ടിലേക്ക് നിർലോഭം അവർ ഉദ്ദേശിക്കുന്ന വസ്തുക്കളെല്ലാം എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ സുഖകരമായി ജീവിച്ച ഒരു നാട് നിങ്ങൾക്ക് നാം പരിചയപ്പെടുത്തുകയാണ്. ഫക്കഫറതു ബിഅൻഉമില്ല, ആ നാട്ടിലെ ആളുകൾ ഈ സൗകര്യങ്ങളെല്ലാം എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം
അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതിനു പകരം ഫകഫറത് ബിഅൻഉമില്ല, അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത ആ സൗകര്യങ്ങളെയെല്ലാം അവർ തിരിച്ച് നന്ദികേട് കൊണ്ടാണ് അള്ളാഹുവിനോട് അവർ പ്രതികാരം ചെയ്തത്. അങ്ങനെ അള്ളാഹുവിനോട് നന്ദികേട് കൊണ്ട് പ്രതികാരം ചെയ്തപ്പോൾ ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി, പേടിയും വിശപ്പും അവർക്ക് നാം തിരികെ കൊടുത്തു. അനുഗ്രഹങ്ങൾ ആ നാട്ടിന് കൊടുത്തു. അവർ അതിൽ സുഖകരമായി ജീവിച്ചു. സുരക്ഷിതവും സന്തോഷകരവുമായ നിലയിലുള്ള അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ അവർ ജീവിച്ച് മതിമറന്ന് എൻ്റെ അനുഗ്രഹത്തിന് നന്ദികേടവർ കാട്ടിയപ്പോൾ, നന്ദിക്ക് പകരം നന്ദികേടവർ കാട്ടിയപ്പോൾ പല ഭാഗത്തു നിന്നും പേടി വരാൻ തുടങ്ങി, പ്രയാസങ്ങൾ വരാൻ തുടങ്ങി, പല നിലയിലുള്ള പ്രതിസന്ധികൾ വരാൻ തുടങ്ങി, നിയമങ്ങൾ മാറാൻ തുടങ്ങി. നിങ്ങൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്തവരാണെന്ന് കേൾക്കേണ്ടി വരുന്നു. അതിനെതിരിലുള്ള ഒച്ചപ്പാടുകളും ബഹളങ്ങളും തുടർന്നുകൊണ്ടിരിക്കെ വീണ്ടും മറുപക്ഷത്ത് നിന്നുള്ള പിടി മുറുകിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഈ നാട്ടിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നാം മുൻപ് ആളുകൾ ചെയ്തതുപോലെ നന്ദികേട് കാട്ടിയപ്പോൾ അവരെ അള്ളാഹു പല നിലയിൽ പിടികൂടി, എന്നിട്ടും നന്നാവാതെ വന്നപ്പോൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞതുപോലെ അള്ളാഹു നമുക്ക് ചെറിയ പണിഷ്മെൻറ്റുകൾ, ചെറിയ ചെവിക്കുള്ള ഞൊട്ടും, ചെറിയ ചൂരൽ വടി കൊണ്ടുള്ള അടിയും, ചെറിയ മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. മുൻഗാമികളുടെ ഈ അവസ്ഥ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വെറുതെ ഖത്മുൽ ഖുർആൻ ഓതി തീർക്കാനല്ല, മറിച്ച് അതിൽ നിന്നും ഇബറ, ഒരു ഗുണപാഠം നമുക്കുണ്ടാവണം. ഗുണപാഠം ഇല്ലെങ്കിൽ വെറുതെ എന്തിനാണ് നാം ആ അറബി ഇടത്ത് നിന്ന് വലത്തോട്ടത് വായിച്ചു കൊണ്ടിരിക്കുന്നത്? വായനയുടെ പുണ്യം കിട്ടാൻ മാത്രമാണോ? അതൊരു ജീവിക്കേണ്ട പുസ്തകമല്ലേ? മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് കൃത്യമായ നിലയിൽ വരച്ചു കാണിക്കുന്ന ഗ്രന്ഥമല്ലേ അത്? അതിൻ്റെ കാറ്റലോഗാണ് മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ കുടുംബം പുലർത്തണം, എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ സഹജീവികളോട് പെരുമാറണം. ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് കൂടാതെ കൃത്യമായി അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാട്ടിക്കൊടുക്കാൻ 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യാത്മാക്കളെ അള്ളാഹു നിയോഗിക്കുകയും അവസാനമായി പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10-23 വർഷം അള്ളാഹു ഈ ഭൂമിയിൽ നമ്മെപ്പോലെ തന്നെ മജ്ജയും മാംസവും ക്ഷീണവും തളർച്ചയും ഉറക്കവും രോഗവും അവശതയും വിശപ്പും ഒക്കെയുള്ള ഒരു മനുഷ്യനായി തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുകയും ചെയ്ത് അദ്ദേഹത്തിലൂടെ കൃത്യമായ ഒരു ദർശനം നമുക്ക് അള്ളാഹു നൽകിയത് സഹോദരങ്ങളെ നാം മാറി ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മോട് പറയുന്നത് അത് കഥ കേട്ട് തീർക്കാനോ വായിച്ചു തീർക്കാനോ പാടി തീർക്കാനോ അല്ല, മറിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളും നാം അതുമായി തുലനം ചെയ്ത് തട്ടിച്ചു നോക്കി നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാനാണ്. ഇങ്ങനെ നാം നന്നാക്കി തീർക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിലോ അള്ളാഹു പറയുന്നു നാം അവർക്ക് ആകാശത്തു നിന്നും അനുഗ്രഹം നൽകും, ഭൂമിയിൽ നിന്നും അനുഗ്രഹം നൽകും. എന്തു കൊണ്ടുപോയി വിതച്ചാലും അത് പവൻമാറ്റായി വളർന്നു വന്ന് വിഭവങ്ങൾ കിട്ടും. തെങ്ങ് നട്ടാൽ അതിൽ നിന്നും കനികൾ കിട്ടുന്നില്ല. വാഴ നട്ടാലും അങ്ങനെ തന്നെ, നെല്ല് കൃഷി ചെയ്താലും അതേപോലെ തന്നെ. ഭൂമിയുടെ അവസ്ഥകൾ മാറി. അതിന് കിട്ടേണ്ട ക്രമപ്രകാരമുള്ള ചൂടും വെളിച്ചവും തണുപ്പുമൊന്നും കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല. ആരാണ് ഇങ്ങനെയൊക്കെ ആക്കിയത്? അള്ളാഹുവാണ്. അള്ളാഹു അങ്ങനെ ആക്കാൻ കാരണമെന്താണ്? നമ്മളാണ്. നമ്മൾ എന്ത് ചെയ്തു? ഇതെല്ലാം കൃത്യമായി കിട്ടി തിന്ന് സുഖിച്ച് രമിച്ചു കൊണ്ടിരുന്ന നാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിര് ചെയ്തു എന്ന് മാത്രമല്ല, ആരുണ്ടിവിടെ ഞങ്ങളോട് ചോദ്യം ചെയ്യാൻ എന്ന ധിക്കാരവുമായി നാം മുന്നിട്ടിറങ്ങുകയും അതിനു വേണ്ടി മനുഷ്യർ
അഥവാ ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ വിവരമുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ട് എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു തലമുറ, അതിനായി പ്രത്യേകം സജ്ജീകരണത്തോടു കൂടി ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. വത്തഖു ഫിത്ന അല്ലദീന ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ. നിങ്ങൾ പേടിക്കണം മഹാഭീകരമായ ശിക്ഷകളെ. ഏത് ശിക്ഷയാണ്? ലാ തുസീബന്ന അല്ലദീന ളലമു, നിങ്ങളിൽ നിന്നും അക്രമം ചെയ്തവരെയും പറഞ്ഞവരെയും ചോദ്യം ചെയ്തവരെ മാത്രമല്ല ശിക്ഷ വരുമ്പോൾ പിടികൂടുക, എല്ലാവരെയും ഒന്നടങ്കം പിടികൂടും. ആ ഒരു ഭീകരമായ ഒരവസ്ഥ വരാൻ നിങ്ങൾ അവസരം ഒരുക്കരുത്. നിങ്ങളുടെ നാവുകൾ കൊണ്ട് പറയാവുന്നതേ പറയാവൂ, ചിന്തിക്കാവുന്നതേ ചിന്തിക്കാവൂ. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅഫ്ഇദതുഹും വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്നതെല്ലാം, നിങ്ങളുടെ നാവും നിങ്ങളുടെ ആ കൈകളും നിങ്ങളുടെ കാലുകളും ഒക്കെ നിങ്ങൾക്കെതിരിലായി സാക്ഷി നിന്ന്, നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾക്കെതിരിലായി സംസാരിക്കുന്ന ഒരു രംഗം ഇവിടെ വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ. ഇവിടെയല്ല, അടുത്തൊരു ലോകത്ത്. യൗമഇദി യുവഫീഹിമുല്ലാഹ്, അന്നാണ് അള്ളാഹു അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നത്. കിട്ടിയ ബുദ്ധിയും കിട്ടിയ അറിവും കിട്ടിയ സമ്പത്തും ഒക്കെ എങ്ങനെ ചെലവഴിച്ചു, നീ എന്തുകൊണ്ട് മറ്റേ രീതിയിൽ പോയി, എന്തുകൊണ്ട് ഈ രീതിയിൽ പോയില്ല എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു പൂർണ്ണ പ്രതിഫലം കൊടുക്കുന്നത് അന്നേ ദിവസമാണ്. വഅലമു അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ. അള്ളാഹു പറയുന്നു, അന്നവർക്കറിയാം അള്ളാഹു സത്യമായിരുന്നു എന്നും അള്ളാഹു വ്യക്തമായിരുന്നു എന്നുമൊക്കെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ ചെറുപ്പക്കാരികളെയും ഒക്കെ പല വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നും ക്യാൻസർ രോഗം ദീനിനെതിരിലായിക്കൊണ്ട് പിടികൂടി കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ കൃത്യമായി സൂക്ഷിക്കണം. അവരുടെ ഓരോ ചലനവും നാം ശ്രദ്ധിക്കണം. നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ ഇന്ന് വരുമ്പോൾ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുപോയി വരുമ്പോൾ അവരെ പറ്റി ഒരു പഠനം നാം നടത്തണം. അവരെ എവിടെയൊക്കെ പോകുന്നു എന്നൊരു കണ്ണ് നമുക്ക് അവരുടെ പിന്നാലെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ എല്ലാത്തിലും ചെന്ന് പെട്ട് അകപ്പെട്ടതിന് ശേഷം തിരിച്ചിനി കിട്ടാത്ത ഒരവസ്ഥയിൽ നാം ദുഃഖിക്കേണ്ടി വന്നാൽ, ദുഃഖം മാത്രമല്ല ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നതിനടക്കം നാളെ ഇവിടെയും നാളെ അവിടെയും സമാധാനം പറയേണ്ടി വരിക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മെ കശക്കിയെറിയാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ, അത് വിശ്വാസപരമായും കർമ്മപരമായും അല്ലാതെയുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പല നിലയിലുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം നാം കണ്ടില്ല എന്ന ഒരു വിചാരം നമുക്കുണ്ടാകാൻ പാടില്ല. ഇതെല്ലാം കാണുന്നുണ്ട് എന്ന വിചാരം ഉണ്ടെങ്കിൽ വിശ്വാസികളെ അതിന് എതിരിലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ നമ്മുടെ കുടുംബത്തിലുള്ളവരിലൂടെ അത് നാം ആലോചിക്കണം. അത് നാം അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ഞാൻ നിസ്കരിച്ചു, ഞാൻ നോമ്പ് പിടിച്ചു, ഞാൻ പള്ളി പോകുന്നുണ്ട് എന്ന ഒരു ധാരണയിലായി എനിക്ക് രക്ഷപ്പെടാം എന്ന് നാം ആരും വിചാരിക്കേണ്ട. തീർച്ചയായും നമുക്ക് നമ്മുടെ കീഴിലുള്ള ആരെല്ലാം ഉണ്ടോ അവരെ പറ്റിയുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മോടും ഉണ്ടായിരിക്കും എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. ഇതിനാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും എല്ലാം നമുക്ക് മുന്നറിയിപ്പുകളും ഗുണപാഠങ്ങളും നൽകുന്നതും. അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനാണ് നല്ലൊരു സമുദായത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹു ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും എല്ലാം മുസ്ലിങ്ങൾക്കും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പൂർണ്ണമായി ഉൾക്കൊണ്ട് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി തഖ്വയിൽ അധിഷ്ഠിതമായുള്ള ജീവിതത്തിന് അള്ളാഹു നമുക്കെല്ലാ അവസരങ്ങളും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസിനികളെ സകല ലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൽ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അൽ ബഖറയുടെ 188 ആയത്ത് വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാം ലിതഅ്കുലു ഫരീഖൻ മിൻ അംവാലിൻ നാസി ബിൽ ഇസ്ം വഅൻതും തഅലമൂൻ. ഇൻഷാ അല്ലാഹ് നാളെ ശനിയാഴ്ച നമ്മുടെ റിസൾട്ട് വരികയാണ്. റിസൾട്ട് വരുമ്പോൾ നാം ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കുറേ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മെമ്പർമാരായി, കൗൺസിലർമാരായി, ജില്ലാ പഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ഗ്രാമത്തിലേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്ക്, കോർപ്പറേഷനിലേക്കൊക്കെ ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തു ഒരു 5 കൊല്ലത്തേക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണത്തിലേക്ക് വരുന്നവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, അള്ളാഹു നമ്മോട് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അവരും ഞാനും നിങ്ങളും നമ്മളും എല്ലാവരും പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കുകയും വേണം. വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പരസ്പരം അനധികൃതമായി തിന്നുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാം ലിതഅ്കുലു ഫരീഖൻ മിൻ അംവാലിൻ നാസ്, ആളുകളുടെ സമ്പത്ത് തിന്നാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്ന രീതിയും നിങ്ങളിൽ ഉണ്ടാവരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, അള്ളാഹുവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ്. വ അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ സുറൂറുൻ തുദ്ഖിലുഹു അലാ മുഹ്സിലിൻ തക്ശിഫു അന്നു ഖുർബ ഔ തഖ്ലി അന്നു ദൈന ഔ തത്റുദു അന്നു ജൂഅ, ഒരു മനുഷ്യൻ്റെ വിഷമങ്ങൾ അകറ്റാൻ, അവൻ്റെ വിശപ്പ് മാറ്റാൻ, അവൻ്റെ പ്രയാസം ദൂരീകരിക്കാൻ, അവന് സന്തോഷം ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യലാണ് കർമ്മങ്ങളിൽ വച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. തുടർന്ന് നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം വല അൻ അംശിയ മാ അഖി ഫി ഹാജത്തിൻ, എൻ്റെ ഒരു സഹോദരനോടൊപ്പം അവൻ്റെ ഒരു കാര്യം നിറവേറ്റി കൊടുക്കാൻ, വീട്ടി കൊടുക്കാൻ, സാധിപ്പിച്ചു കൊടുക്കാൻ അവനോടൊപ്പം ഞാൻ നടന്നു പോകൽ അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മിൻ അൻ യഅ്തകിഫ ഫി ഹാദൽ മസ്ജിദ്, യാനി മസ്ജിദുൽ മദീന, മസ്ജിദുൽ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എൻ്റെ ഒരു സഹോദരൻ്റെ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവനോടൊപ്പം നടന്നു പോകലാണ്. എത്ര നാൾ ഇഅ്തികാഫ്? ശഹറൻ, ഒരു മാസം. മസ്ജിദുൻ നബവിയുടെ പുണ്യം നമുക്കറിയാം, 1000ൻ്റെ കൂലിയ. ഹറമിന് 1,00,000, നബവിക്ക് 1000, അക്സയ്ക്ക് 500ൻ്റെ പ്രതിഫലവുമാണ് ഹദീസുകളിലുള്ളത്, ഒരു നന്മ അവിടെ വച്ച് ചെയ്താൽ. അപ്പോൾ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ഒരു സഹോദരൻ്റെ വിശപ്പ് മാറ്റാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ്റെ ആവശ്യം നിർവഹിക്കാൻ അവനോടൊപ്പം നടന്നു പോകലും അവനെ സഹായിക്കലുമാണ് എനിക്കിഷ്ടമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ യഖ്ളിയഹാ ലഹു, അവൻ്റെ ആവശ്യം വീടുന്നത് വരെ അവനോടൊപ്പം ഞാൻ നിന്നു. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയും സബ്ബത്തല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം, കാലുകൾ ഇടറിപ്പോകുന്ന, തെന്നിപ്പോകുന്ന, നേരെ നിൽക്കാൻ പറ്റാത്ത ഒരു ദിവസം ഇവിടെ വരുന്നുണ്ടല്ലോ. നമുക്ക് ഫാത്തിഹയിൽ പറയുന്ന മാലിക് യൗമിദ്ദീൻ,
ആ ദിവസത്തിൽ കാലുകൾ തെന്നിപ്പോകുന്ന, ഇടറിപ്പോകുന്ന, കുഴഞ്ഞു പോകുന്ന ആ ദിവസത്തിൽ സ്ഥിരതയോടുകൂടി ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ഈ മനുഷ്യന്, അഥവാ തൻ്റെ സഹോദരൻ്റെ ആവശ്യം നിർവഹിക്കാൻ ചാൻസ് കൊടുക്കുന്ന മനുഷ്യന് അള്ളാഹു തൗഫീഖ് കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൗൺസിലർമാരായി പോകുന്നവരും മെമ്പർമാരായി പോകുന്നവരും എങ്ങോട്ടാകട്ടെ, അവരുടെ അടുക്കൽ സാധാരണ ആളുകൾ അഥവാ മെമ്പർമാരല്ലാത്തവർ തൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെല്ലുന്ന അവസരത്തിൽ അവർ മുഖം തിരിച്ചു കളയാതെ തൻ്റെ ആവശ്യം നിർവഹിച്ച് കൊടുക്കൽ പുണ്യം നിറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ്. ഇന്ന് നാമൊക്കെ അനുഭവിക്കുന്നത് പോലെ ആ വാതുക്കവ ഈ വാതുക്കവ, പിറ്റത്തെ ദിവസം വാ, അതിൻ്റെ പിറ്റേ ദിവസം വാ, ഇന്ന് ഇവിടെ ആളില്ല എന്ന ഒരു അവസ്ഥയിൽ ജനങ്ങളെ വട്ടം കറക്കുന്ന ഒരു കൗൺസിലറോ മെമ്പർമാരോ ആയാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ ഖിയാമത്ത് നാളിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായിക്കൊണ്ടായിരിക്കും നാളെ മാശറയിൽ അവർ വരേണ്ടി വരിക. അള്ളാഹു തെരഞ്ഞെടുക്കപ്പെടുന്നവരെ അള്ളാഹു സമുദായത്തിനും മനുഷ്യർക്കും ഉപകാരം ചെയ്യുന്നവരായി മാറ്റി നേരായ ഒരു ഭരണം കാഴ്ചവെക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് റിസൾട്ട് വരുന്ന അവസരത്തിൽ സന്തോഷം പരിധി വിട്ട് അക്രമത്തിലേക്കും റോഡ് തടസ്സപ്പെടുത്തുന്നതിലേക്കുമുള്ള ഒരു ജാഥയോ അല്ലെങ്കിൽ അനധികൃതമായ നിലയിലുള്ള പ്രവർത്തനങ്ങളോ, മദ്യപാനമാകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള മദ്യങ്ങൾ ഉപയോഗിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ ആടിപ്പാടി നടന്ന് റോഡുകൾ ബ്ലോക്കാക്കി മറ്റു മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാകുന്ന നിലയിൽ ഒരു സന്തോഷ പ്രകടനവും ഇസ്ലാം അനുവദിക്കുന്നില്ല. ലത്തഫറ, ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു സന്തോഷ പ്രകടനം മുസ്ലിമിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറയുന്നു ഔഫു ബിൽ ഉഖൂദ്, ജനങ്ങളോട് എന്തൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞാണ് പ്രകടന പത്രികയിൽ 5 കൊല്ലത്തേക്ക് എഴുതി വച്ചത്, അതെല്ലാം പൂർത്തീകരിക്കുക തന്നെ വേണം. മുനാഫിക്ക് അവൻ്റെ അടയാളം 3 എണ്ണമാണ്. സംസാരിച്ചാൽ കളവ് പറയുക, തർക്കിച്ചാൽ ചീത്ത പറയുക, ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ചെയ്തു തരാതിരിക്കുക, കരാറ് ലംഘിക്കുക, അതിൽ പെടാതിരിക്കുക. ഇങ്ങനെയുള്ള നന്മകൾ മാത്രം ചെയ്ത് തുടർന്നുള്ള 5 വർഷവും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കലും അവന് രക്ഷപ്പെടാൻ കഴിയും. ഈ ഭൂമിയിലുള്ള ജീവിതത്തിലും അവന് സന്തോഷം നൽകും. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ നിലയിൽ നന്മ പ്രവർത്തിക്കുന്ന, അഥവാ ക്രൂരതയ്ക്കും അക്രമത്തിനും അനാചാരത്തിനും കൂട്ടു നിൽക്കാത്ത മനുഷ്യർ ഏത് വിഭാഗത്തിലുള്ളതാവട്ടെ അവർക്കൊക്കെ നന്മ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്കെല്ലാവർക്കും ഇവിടെ വരേണ്ടത്. അവർക്ക് വേണ്ടി റസൂൽ പ്രാർത്ഥിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫശഖ അലൈഹിം ഫശ്ഖുഖ് അലൈഹി വമൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫഖ് ബിഹിം. അല്ലാഹുവേ, മനുഷ്യരുടെ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുത്തു, അവരെ കഷ്ടപ്പെടുത്തിയവനെ നീ കഷ്ടപ്പെടുത്തണമേ. അവർക്ക് എല്ലാവിധത്തിലുള്ള വിനയവും മയത്വവും സ്നേഹവും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഒത്താശ ചെയ്യുകയും അതിന് സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തവരെ അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ, നീ അവരോട് മയം ചെയ്യണേ എന്നും റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൈക്കൂലി, നാം വിശുദ്ധ ഖുർആന്റെ 188 അൽ-ബഖറയുടെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വച്ചത് നമുക്ക് നമ്മുടെ ആവശ്യം വീടുന്നതിന് വേണ്ടി കൈക്കൂലി വാങ്ങുന്ന രംഗം ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അവർക്ക് ഗവൺമെൻറ് തീരുമാനിച്ച ശമ്പളം എന്താണോ അതവർക്ക് പറ്റാം. അല്ലാതെ ഇന്ന സ്ഥലം 1 കിലോമീറ്റർ റോഡിന് ഇത്ര ഫണ്ട് അനുവദിച്ചിട്ട് അതിൻ്റെ 40 റോട്ടിലേക്കും 60 എല്ലാവരും കൂടി വീതം വച്ച് തിന്നുന്ന, അത് മോളിൽ നിന്ന് മുതൽ താഴേക്ക് വരെയാണെങ്കിലും താഴേന്ന് മുതൽ മുകളിലേക്ക് വരെയാണെങ്കിലും ഇസ്ലാം അനുവദിക്കുന്നില്ല. നിനക്ക് ഞാൻ നിന്റെ കാര്യം നിറവേറ്റി തരാം, നീ ഇത്ര ലക്ഷം രൂപ നീ എനിക്ക് തരണം, അല്ലെങ്കിൽ അതിൻ്റെ പകുതി എനിക്ക് വേണം, ഈ ഒരു രീതിയും ഇസ്ലാം അനുവദിക്കുന്നില്ല. ലാനല്ലാഹു റാശി വൽ മുർത്തശി വർ റായിസ്, കൈക്കൂലി വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും ഇത്ര കൊടുത്താൽ നിനക്കത് ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുന്ന റായിഷിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല സമ്പത്ത് ഭക്ഷിക്കുക,
അത് നമ്മുടെ കുടുംബത്തിന് ഭക്ഷിപ്പിക്കുക, അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളതും കൽപ്പിച്ചിട്ടുള്ളതും. അല്ലാതെ ജനങ്ങളുടെ സമ്പത്ത് അനധികൃതമായി കൃത്രിമപരമായി കൈക്കൂലി വാങ്ങിച്ചും വെട്ടിപ്പ് നടത്തിയും തട്ടിപ്പ് നടത്തിയും ആകാൻ ഒരു മെമ്പറോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ ശ്രമിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അള്ളാഹു അവർക്കും നമുക്കും അള്ളാഹുവിൻ്റെ ദീൻ അതെന്താണോ അത് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി തുടർന്നുള്ള നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കാൻ അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്.